പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. ശിക്ഷാവിധിയിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വാദം പൂർത്തിയായി. പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയെന്നും വധശിക്ഷ തന്നെ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വാദവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS വിനീത് കുമാറിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ KJ ജോൺസന്റെയും പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. ആ പ്രതികരണങ്ങളിലേക്ക് ഉടൻ തന്നെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി നെയ്യാറ്റിൻകരയിൽ നിന്ന്. ഷഫീദ്, ഇന്ന് ഒരുപാട് വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. പ്രോസിക്യൂഷൻ വാദിക്കുന്നു, ഒപ്പം തന്നെ പ്രതിഭാഗവും ഒരുപാട് ന്യായങ്ങൾ നിരത്തുന്നുണ്ടായിരുന്നു. കോടതിയിൽ ഈ വാദമുഖങ്ങൾ അത് എങ്ങനെയായിരുന്നു? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് കോടതിയിൽ എന്താണ് സംഭവിച്ചത്? ഗുഡ് ഈവനിംഗ് പ്രവിത. ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 11:30ക്കാണ് ഈ കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ച കോടതി ആദ്യം ഗ്രീഷ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഗ്രീഷ്മ എഴുതി തയ്യാറാക്കിയ രേഖകളടക്കമുള്ള കത്ത് അത് ജഡ്ജിന് കൈമാറുകയും ചെയ്തു. ആ കത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് തുടർ പഠനം ആഗ്രഹമുണ്ട്, മാത്രമല്ല ബിരുദാനന്തര ബിരുദം താൻ നേടിയിട്ടുണ്ട്, 24 വയസ്സ് മാത്രമാണ്, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് അനുവദിക്കണം എന്നുള്ളതാണ് ഗ്രീഷ്മ മജിസ്ട്രേറ്റിന് മുൻപാകെ നേരിട്ടെത്തി, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അടുത്തേക്ക് വിളിപ്പിച്ച് ഗ്രീഷ്മ പറഞ്ഞ ഒരു കാര്യം. അതിനുശേഷം പ്രോസിക്യൂഷൻ അവരുടെ വാദം നിരത്തി. പ്രോസിക്യൂഷൻ ആദ്യം തന്നെ പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത്, മാത്രമല്ല ഒരു ചെറുപ്പക്കാരനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കി ഒരു യുവാവിൻ്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ ആലോചിച്ചത് മുതൽ ഗൂഢാലോചന നടന്നു, സ്നേഹം നടിച്ചാണ് വിളിച്ചു വരുത്തിയത്. ഒരു പടി കൂടി കടന്ന ഡെബിളിഷ് തോട്ട് എന്ന ഒരു വാക്കുകൂടി ഇന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ പലപ്പോഴായി ഈ വാദം നടന്നപ്പോൾ കോടതിയിൽ പറഞ്ഞു. അതായത് ചെകുത്താന്റെ ചിന്തയാണ് ഗ്രീഷ്മയ്ക്ക് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇന്ന് ശക്തമായി പറഞ്ഞൊരു കാര്യം. 11 ദിവസം ഷാരോൺ ആശുപത്രി കിടക്കയിൽ വേദന അനുഭവിച്ചു. ആ വേദനയ്ക്കപ്പുറം മറ്റൊരാളുടെ വേദനയും പ്രസക്തമല്ലെന്നും ഇക്കാര്യത്തിൽ തെളിവുകളുടെ അടക്കം പിൻബലമുണ്ട്, അതുകൊണ്ട് പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷ തന്നെ ഇക്കാര്യത്തിൽ ഗ്രീഷ്മയ്ക്ക് ഉറപ്പാക്കണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതിന് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാർ അവരുടെ വാദവും ഉന്നയിച്ചു. അതിലവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളത്, പ്രതിക്ക് ആന്റി സോഷ്യൽ നേച്ചറില്ല, ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വീണ്ടും പറയുന്നു. ഇനി അവരുടെ പോയിന്റ്, ഗ്രീഷ്മ ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പലതവണ ശ്രമിച്ചു, ഷാരോൺ വിടാതെ പിന്തുടർന്നു, സ്വകാര്യ നിമിഷങ്ങൾ പകർത്തി, കിടപ്പുമുറിയിലെ ദൃശ്യങ്ങൾ പോലും ഷാരോൺ പകർത്തിയിരുന്നു. ഗ്രീഷ്മയ്ക്ക് പിന്നാലെ ഷാരോൺ നടന്നു. ഗ്രീഷ്മ ഒരു ചിത്രം പോലും സൂക്ഷിച്ചിരുന്നില്ല. ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന് ഷാരോണിന് വാശിയുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ കോടതിയിൽ വാദിച്ചു. കൂടാതെ സാഹചര്യ തെളിവുകളുടെ കാര്യത്തിൽ ഉന്നത കോടതിയിലെ ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഇന്ന് കോടതിയിൽ നിരത്തി. ഏതായാലും തിങ്കളാഴ്ച പാറശാല ഷാരോൺ കേസിൽ ശിക്ഷ വിധിക്കും. അത് വധശിക്ഷയായിരിക്കുമോ അതല്ല ജീവപര്യന്തമായിരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച നമുക്കറിയാം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ വാദപ്രതിവാദങ്ങൾ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിൽ അരങ്ങേറി. എന്തായാലും ഇതിൽ ശിക്ഷാവിധി തിങ്കളാഴ്ചയാണ് വരിക, അതിനായി നമ്മൾ കാത്തിരിക്കുന്നു. അതേസമയം നമ്മൾ ഉറ്റുനോക്കുന്നത് ഷാരോണിന്റെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം തന്നെയാണ്. കാരണം അവരാണ് ഇത്രയും കാലം ഒരു നിയമപോരാട്ടം നടത്തിയതും ഇതിൽ പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് നൽകണമെന്നുള്ളൊരു വാദവുമായി മുന്നോട്ട് വന്നതും ഈ ഷാരോണിന്റെ കുടുംബം തന്നെയാണ്.